ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ ചാപ്റ്റർ 22 ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയും സമൂഹവും. വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്താണ് പരിസ്ഥിതി, എന്താണ് സമൂഹം എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പരിസ്ഥിതിയുടെ വിവിധ തരത്തിലുള്ള പരിസ്ഥിതിയെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് എന്താണ് ഫ്ലോറ എന്നുള്ളതാണ്. വാട്ട് ഈസ് ഫ്ലോറ? ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ഫ്ലോറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ചില ഇടങ്ങളിൽ ചില തരത്തിൽ പ്രത്യേക തരത്തിലുള്ള സസ്യങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് വളരുകയുള്ളൂ. അങ്ങനെയുള്ള ആ പ്രത്യേക തരത്തിലുള്ള സസ്യങ്ങളെയാണ്, ചില സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേക തരമുള്ള സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറ എന്ന്. ഇനി വാട്ട് ഈസ് ഫോണ? എന്താണ് ഫോണ എന്ന് പറഞ്ഞാൽ? അത് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് കാണപ്പെടുന്ന ജന്തു വിഭാഗങ്ങളെയാണ് ഫോണ എന്ന് പറയുന്നത്. അല്ലേ, എല്ലാ ജീവജാലങ്ങളും, ചില ജീവജാലങ്ങളൊക്കെയാണ് ഭയങ്കര തണുപ്പുള്ള മേഖലകളിൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ചൂടുള്ള പ്രദേശങ്ങളിൽ വന്നാൽ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ചില പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് കാണപ്പെടുന്ന ജന്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഫോണ എന്ന്. അപ്പോൾ ഫോണായും ഫ്ലോറായും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? എൻവയോൺമെൻറ്റ്. ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? എൻവയോൺമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് ഫ്രഞ്ച് പദമായ എൻവോൺ എന്ന പദത്തിൽ നിന്നുമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ചുറ്റുപാട് എന്നാണ്. എൻവയോൺമെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചുറ്റുപാട് എന്നാണ്. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം, ഈ പദം എവിടെ നിന്നാണ്, ഏത് എൻവയോൺമെൻറ്റ് എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? അപ്പോൾ ഫ്രഞ്ചിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുപോലെ തന്നെ ഏത് പദത്തിൽ നിന്നുമാണ് അത് വന്നു ചേർന്നതെന്ന് ചോദിച്ചാൽ എൻവോൺ എന്ന പദത്തിൽ നിന്നുമാണ്. അപ്പം എന്താണ്? ഭൗതികവും ജീവശാസ്ത്രപരവും സാംസ്കാരികമായ എല്ലാ ചുറ്റുപാടുകളും ഉൾപ്പെടുന്നതാണ്. ഭൗതികവും ജീവശാസ്ത്രപരവും സാംസ്കാരികവുമായ എല്ലാ ചുറ്റുപാടുകളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ്. വിവിധ തരത്തിലുള്ള പരിസ്ഥിതിയെക്കുറിച്ച് വിവരിക്കുക. ഭൗതിക പരിസ്ഥിതി, ജൈവിക പരിസ്ഥിതി, സാംസ്കാരിക പരിസ്ഥിതി. അപ്പോൾ വിവിധ തരത്തിലുള്ള പരിസ്ഥിതികളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭൗതിക പരിസ്ഥിതി, ജൈവിക പരിസ്ഥിതി, സാംസ്കാരിക പരിസ്ഥിതി. ഭൗതിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വായു, ജലം, കാലാവസ്ഥ, മണ്ണ്, പാറ, ധാതു, ലവണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഭൗതിക ഘടകങ്ങളെയാണ് നമ്മൾ ഭൗതിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇനി ജൈവിക പരിസ്ഥിതി, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, സൂക്ഷ്മജീവികൾ, മനുഷ്യൻ എന്നിവ ഉൾപ്പെടുന്നതാണ് ജൈവിക പരിസ്ഥിതി. സാംസ്കാരിക പരിസ്ഥിതി, സമ്പത്ത്, സാമൂഹ്യം, രാഷ്ട്രീയം എന്നിവ അടങ്ങുന്നതാണ് സാംസ്കാരിക പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിവിധ തരത്തിലുള്ള പരിസ്ഥിതികൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ഭൗതിക പരിസ്ഥിതി, രണ്ടാമത്തെ ജൈവിക പരിസ്ഥിതി, മൂന്നാമത്തെ സാംസ്കാരിക പരിസ്ഥിതി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് എൻവയോൺമെൻറ്റ്. ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? അപ്പം മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതൽ ആധുനിക കാലം വരെ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ആദ്യകാലം തൊട്ടേ മനുഷ്യനും പരിസ്ഥിതിയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ആ ബന്ധത്തിൽ അതിനെ നമ്മൾ ചരിത്രാതീത കാലം തൊട്ട്, ചരിത്രം ആരംഭിച്ച കാലം മുതൽ ആധുനിക കാലം, ഇപ്പോൾ ഈ എന്നുള്ള കാലം വരെ, അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും. ആദ്യത്തെ ഘട്ടം ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്, അതായത് വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ മൃഗങ്ങളെ വളർത്തലും പരിപാലിക്കലുമാണ്. ആനിമൽ ഡൊമിസ്റ്റിക്കേഷൻ ആൻഡ് പാസ്റ്ററലൈസേഷൻ. അതായത് എന്താണ്? മൃഗങ്ങളെ വളർത്തലും പരിപാലിക്കലുമാണ്. അടുത്ത് തന്നെയാണ് ഗാർഹികവൽക്കരണവും കൃഷിയും. അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഹികവൽക്കരണവും കൃഷിയുമാണ്. പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ, ഗാർഹികവൽക്കരണവും കൃഷിയും. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും കാലഘട്ടം. അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ
എന്താണ് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും. ഒന്നാമത്തെ ഘട്ടം വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും. രണ്ടാമത്തെ മൃഗങ്ങളെ വളർത്തലും പരിപാലിക്കലും. മൂന്നാമത്തെ ഗാർഹികവൽക്കരണവും കൃഷിയും. നാലാമത്തെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും കാലഘട്ടം. നോക്കിയേ, വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രാകൃത ജീവിതമാണ് നയിച്ചിരുന്നത്. അവന് വലിയ അറിവോ വിവേകമോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം. അവൻ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ചു. അവൻ അതിൽ അലിഞ്ഞു ചേർന്ന് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പരിസ്ഥിതിയിൽ അവനെന്ന് എന്താണ്, വസ്ത്രമുണ്ടായിരുന്നില്ല, കുടയുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നനയുക, അല്ല വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവർ പരിസ്ഥിതിയോട് ചേർന്ന് ജീവിച്ചു. വീടോ കുടിയോ ഒന്നുമില്ലാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. തീയുടെ കണ്ടുപിടുത്തം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇത് അവരെ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിൽ തീയുടെ കണ്ടുപിടുത്തം വരുന്നു. അതാണ് പിന്നെ അവരുടെ ജീവിതത്തെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ തീ സഹായകമായി. ഇനി അടുത്തത് എന്താണ്? മൃഗങ്ങളെ വളർത്തലും പരിപാലിക്കലും. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും അത് അവരുടെ വരുമാന മാർഗമാകുകയും ചെയ്തു. പാലിനും മുട്ടയ്ക്കും ഇറച്ചിക്കും അതുപോലെ തന്നെ രോമത്തിനും ഒക്കെ വേണ്ടി അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അടുത്ത കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഹികവൽക്കരണവും കൃഷിയുമാണ്. ഈ കാലഘട്ടത്തിൽ കൃഷിയായിരുന്നു ആളുകളുടെ പ്രധാന വരുമാന മാർഗം. നവീന രീതിയിലുള്ള കൃഷി ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇവരുടെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിത രീതികളൊക്കെ ഇവർ നിർത്തി. ഇവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് അധിവസിക്കാനായിട്ട് തുടങ്ങി. കൃഷിയുടെ ആരംഭം ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നതിന് ആളുകളെ പ്രാപ്തരാക്കി. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിന് ആളുകളെ കൃഷിയുടെ ആരംഭം പ്രാപ്തമാക്കുകയും ചെയ്തു. ഇനി ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും കാലഘട്ടം. വിപ്ലവത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും വളർച്ച പരിസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. വലിയ തോതിലുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ച പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതിനും ഇടയാക്കി. അങ്ങനെ കുറേയും കൂടി പുരോഗതി ആർജിച്ചു. അപ്പോൾ വ്യവസായവും ഒക്കെ വന്ന് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പം അത് പരിസ്ഥിതിക്കും ദോഷമായിട്ട് മാറി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോസ്ഫിയർ? എന്താണ് ജീവമണ്ഡലം? ജീവജാലങ്ങൾ വസിക്കുന്ന ഭൂമിയുടെ ഭാഗവും അവിടുത്തെ അന്തരീക്ഷവും ചേർന്നതാണ് ജീവമണ്ഡലം. എന്താണ് ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ? ജീവജാലങ്ങൾ വസിക്കുന്ന ഭൂമിയുടെ ഭാഗവും അവിടുത്തെ അന്തരീക്ഷവും ചേർന്നതാണ് ജീവമണ്ഡലം. പ്രകൃതി ജീവമണ്ഡലത്തെ ജീവമേഖലകളായി തരംതിരിക്കുന്നു. ഓരോ ജീവമേഖലയിലും പ്രത്യേകതരം കാലാവസ്ഥയും ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ജീവഘടകങ്ങളുടെയും അജീവഘടകങ്ങളുടെയും പരസ്പര ആശ്രയത്താലും നിരന്തര പ്രവർത്തനങ്ങളാലും ഓരോ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടു. ഇത്തരം പല ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ജീവമണ്ഡലം. വാട്ട് ഈസ് സോഷ്യോ സ്പിയർ? അടുത്തതാണ് വാട്ട് ഈസ് സോഷ്യോ സ്പിയർ? എന്താണ് സാമൂഹ്യ മണ്ഡലം? നേരത്തെ നമ്മൾ കണ്ട ജീവമണ്ഡലം, അത് ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഭാഗത്തെയാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാമൂഹ്യ മണ്ഡലം. അതായത് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് സമൂഹം എന്ന് വിളിക്കുന്നത്. ഓരോ സമൂഹത്തിലും അതിൻ്റേതായ ഘടനയും പുരോഗതിയും നിലനിൽപ്പുമുണ്ട്. വ്യത്യസ്തമായ സാമൂഹ്യ പുരോഗതിക്കനുസരിച്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസായം, കാർഷികം, രാഷ്ട്രീയം, സംസ്കാരം എന്നിവയെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് സാമൂഹ്യ മണ്ഡലം എന്ന് പറയുന്നത്. സാമൂഹ്യ മണ്ഡലം എന്ന് വെച്ചാൽ മനുഷ്യരെല്ലാം ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്കാണെങ്കിൽ സോഷ്യോ സ്പിയറിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി ഇന്ന് എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതിയിലെ മാറ്റം എന്ന് പറയുമ്പോൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, പിന്നെ സമുദായങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റം. എല്ലാ സമൂഹങ്ങളിലും വിവിധ തരത്തിലുള്ള സമുദായങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരം സമുദായത്തിൻ്റെ പ്രവർത്തനം ആ സമൂഹം നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ സമുദായത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതും നമ്മുടെ പരിസ്ഥിതിയിലാണ് എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത് എന്താണ്? എയർ പൊല്യൂഷൻ. മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം വായു മലിനീകരിക്കപ്പെട്ട് കൂടുതൽ വ്യവസായശാലകളൊക്കെ വന്നതോടുകൂടി വായു മലിനീകരണത്തിന് കാരണമായി. പിന്നെ സൗണ്ട് പൊല്യൂഷൻ, അതുപോലെ തന്നെയാണ് സോയിൽ പൊല്യൂഷൻ, അതുപോലെ വാട്ടർ പൊല്യൂഷൻ. ഇതെല്ലാം
എന്താണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്, പരിസ്ഥിതി വന്ന മാറ്റങ്ങളാണ്. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വായുവിൻ്റെ സ്വാഭാവിക ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. വായുവിൻ്റെ സ്വാഭാവിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എയർ പൊല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുകയും മറ്റ് അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകുന്നു. സൗണ്ട് പൊല്യൂഷൻ, അതായത് അസ്വസ്ഥത ഉളവാക്കുന്ന മനുഷ്യന് അസഹനീയമായ ശബ്ദങ്ങളെയാണ് നമ്മൾ ശബ്ദ മലിനീകരണത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചഭാഷിണികൾ, വാഹനങ്ങൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്റർ എന്നിവയുടെ ശബ്ദം, ഇടിമുഴക്കം, സ്ഫോടനം തുടങ്ങിയവയും പിന്നെ വ്യവസായശാലകളിൽ നിന്ന് വരുന്ന ശബ്ദ മലിനീകരണം, ഇതെല്ലാം ശബ്ദ മലിനീകരണത്തിനകത്ത് വരുന്നതാണ്. പിന്നെ മണ്ണിൻ്റെ നശീകരണം, അതായത് സോയിൽ പൊല്യൂഷൻ. മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമതയെയും ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അതിൻ്റെ ഭൗതികവും രാസപരമായ ജൈവിക സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു. അതായത് ഇന്ന് ധാരാളം രാസവളങ്ങളെല്ലാം പ്രയോഗിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടിയെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളും കീടനാശിനികളും രാസവളങ്ങളും എല്ലാം ജലത്തിൽ ലയിച്ച് ഇന്ന് വെള്ളമെല്ലാം മലിനമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം പരിസ്ഥിതിക്ക് വന്നിട്ടുള്ള ദോഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെയാണ്. വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, മണ്ണ് മലിനീകരണം, ജലമലിനീകരണം.